ഹായ് ഡിയേഴ്സ്, എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് ചോറ് റെഡിയാക്കുവാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ചായ ഇട്ടിട്ട് കുറച്ച് സമയം ഇരുന്ന് ചായ കുടിച്ചു. ഇന്ന് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ സുഖുവണ്ണനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു റെസ്റ്റും ഇല്ലാതെ ഓടി നടക്കേണ്ടി വരും. അങ്ങനെ മക്കളുടെ ഫുഡെല്ലാം പാക്ക് ചെയ്ത ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം മുതലേ ഞാൻ കാണുന്നതാണ് സുഖുവണ്ണനെ. എന്തേലും ക്ലീനിങ് ആവശ്യങ്ങളുണ്ടെങ്കിലും അച്ചാടെ ഉമ്മ സുഖുവണ്ണനെയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. ആദ്യത്തെ 1-2 തവണ മാത്രമേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. പിന്നീട് വരുമ്പോഴെല്ലാം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തൃപ്തിയുമായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ സുഗുണനെ വിളിക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാനും മക്കളും കൂടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിനിടയിൽ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇവിടെ ആരും കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സുഗുണൻ ഉള്ളതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഫുഡ് ഉണ്ടാക്കിയത്. അങ്ങനെ സുഗുണന് ഫുഡ് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ക്ലീനിങ്ങിലേക്ക് ഇറങ്ങി. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടെ നിന്നതിന് എല്ലാ കാര്യവും ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായപ്പോൾ ഞാൻ വീണ്ടും അകത്ത് കയറി. ആ സമയത്ത് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതും അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ച് സമയം ഇരുന്നു. എന്നിട്ട് മീറ്റിംഗ് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഫോൺ എടുത്തുകൊണ്ട് തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഗുവണ്ണൻ 5 മണിയൊക്കെ ഞാൻ പിന്നെ ഇവിടെ നിൽക്കൂല. അതിനു മുന്നേ എല്ലാം ക്ലിയർ ചെയ്യണമല്ലോ. ഈ ഇൻ്റർലോക്കിൻ്റെ ഓരോ ഇടയിലും നല്ല രീതിയിൽ പുല്ല് വളരുന്നുണ്ടായിരുന്നു. അത് ശരിക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അങ്ങനെ എന്തായാലും ചെയ്തത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഈ ഫ്രണ്ടും സൈഡും ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തേക്ക് നോക്കാറില്ല. ബാക്കിയൊക്കെ സുഗുണൻ കറക്റ്റായിട്ട് അങ്ങ് ചെയ്തോളും. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചണിലേക്ക് പോയി. വീണ്ടും ഉച്ചത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. കൂടെ ഇത്തിരി ചിക്കന് ഫ്രൈ ആക്കാനായിട്ടുള്ളത് അരപ്പൊക്കെ പുരട്ടി വെച്ചു. അത് ഉച്ചത്തേക്കല്ല, രാത്രിത്തേക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ബാക്കിയുള്ള ജോലികളൊക്കെ അത്യാവശ്യം എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും പുറത്തേക്ക് വന്നു. എല്ലാം ഒന്ന് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും ഒക്കെയാണ്. അങ്ങനെ 5 മണിയാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സുഗുവണ്ണൻ റെഡിയായി വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഈ സമയം വരെ നിർത്താതെ ജോലിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പോയി ഒന്ന് ഫ്രഷായി വന്നു. കുറച്ച് സമയം അവിടെ നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു. അപ്പോഴേക്കും സന്ധ്യയായി. ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ മുതൽ ജോലി ആയതുകൊണ്ട് തന്നെ ഊത് കത്തിക്കാനൊന്നും സമയം കിട്ടിയിരുന്നില്ല. അങ്ങനെ പിന്നെ സന്ധ്യയ്ക്ക് ശേഷം ഞാൻ ഊത് കത്തിച്ച് ഖുർആൻ കുറച്ച് സമയം ഇട്ടിരുന്നു. അതിനുശേഷം ഒരു 8:30 കഴിഞ്ഞപ്പോഴേക്കും അച്ഛ പറഞ്ഞു നമുക്ക് ബാലൻ മൂവി കാണാമെന്നു. രാവിലെ മുതൽ ഒട്ടും റെസ്റ്റ് ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഞാനും മൂവി കണ്ട് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ടേക്ക് കെയർ.